ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ലതായി നടക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അങ്ങനെ നന്നായി നടക്കുവാനുള്ള ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, അത് നന്നായി നടന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം. അത് ഒരു പ്രതീക്ഷയാണ്, ഒരു ഹോപ്പാണ്. റോണ്ട ബേൺ പറയുന്നു, ഭാഗ്യത്തിലല്ല, ലക്കിലല്ല ഓരോ കാര്യങ്ങളും നടക്കുന്നത്. യൂണിവേഴ്സൽ ലോ പ്രകാരമാണ്, എല്ലാം മാത്തമാറ്റിക്കലി ആണ് നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതും ഏറ്റവും പെർഫെക്ഷനോട് കൂടി. ഇന്നത് ചെയ്താൽ ഇന്നത് നടക്കും എന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടിയാണ് എല്ലാം നടക്കുന്നത്. അല്ലാതെ ഒരു ചാൻസോ ആക്സിഡന്റലിയോ അല്ല യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നാണ് റോണ്ട ബേൺ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനെ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കണം. മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ്, അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അതിനു മുൻപ് തന്നെ ആ ഒരു മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസിനെ, നല്ല ഒരു റിസൾട്ടിനെ അട്രാക്ട് ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് റോണ്ട ബേൺ പറയുന്നത്. മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ്, അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുൻപും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നല്ലതായി നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് മനസ്സിൽ ആ ഒരു വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ കൊണ്ടുവന്ന് നമ്മളത് പൂർണ്ണമായി വിശ്വസിച്ച്, നല്ല രീതിയിൽ നടന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ച്, എന്നിട്ട് സന്തോഷത്തോടു കൂടി അത് നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ ഒരു സന്തോഷം നമ്മളിൽ കൊണ്ടുവന്ന് നമ്മൾ താങ്ക് യു പറയണം. പ്രകൃതി നിയമത്തെ നമ്മൾ വിശ്വസിക്കണം. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ചിന്തകളും ഫീലിങ്സും എല്ലാം ആ ഒരു മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ്, നല്ല ഒരു റിസൾട്ടിനെ അട്രാക്ട് ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് റോണ്ട ബേൺ പറയുന്നത്. മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ് എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായ റിസൾട്ട്, ഫലം എന്നാണ് അർത്ഥം. നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായ റിസൾട്ട് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നത് മാത്രം തന്നെയാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നന്നായി നടക്കണം, വിജയകരമായി നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ താങ്ക് യു പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു ജോബ് ഇന്റർവ്യൂ, മക്കളുടെ എക്സാം, വിവാഹം, വീട്, യാത്രകൾ, ഭക്ഷണം ഒരുക്കുക, എന്തുമാകട്ടെ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോൺ കോൾ, ഈവൺ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലും, അല്ലെങ്കിൽ മുഖ്യമായ ഒരു വിഷയത്തെക്കുറിച്ച് ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്നുവെങ്കിൽ പോലും എല്ലാത്തിനും മുൻപ് തുടക്കത്തിൽ തന്നെ നമ്മൾ നന്ദി പറയും. ഏതൊരു കാര്യവുമായിക്കോട്ടെ, അത് നടക്കുന്നതിന് തൊട്ട് മുൻപ് എല്ലാം നല്ലതായി നടന്നു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് നന്ദി പറയാം. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എല്ലാം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഓഥർ പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഫാമിലിയിൽ സംസാരിക്കുന്നത് പോലും മക്കളോട് എന്തെങ്കിലും പറയണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് നല്ലൊരു റിസൾട്ടായി തരുവാൻ അതുപോലും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയി ചില കാര്യങ്ങൾ നടക്കും. ഫോർ എക്സാമ്പിൾ, സ്കൂളിൽ നിന്നൊരു ഫോൺ വരുന്നു, ഉടൻ തന്നെ അച്ഛനോ അമ്മയോ കാണണമെന്ന്. നിങ്ങൾ ആ സമയത്ത് ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. എന്താണോ ഏതാണോ എന്തൊക്കെയാണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സമയത്ത് ഈ ഒരു പ്രാക്ടീസ് ചെയ്യൂ. അതുപോലെ തന്നെ ഓഫീസിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾ ഓഫീസിൽ എത്തിയത് നിങ്ങളെ കാണണമെന്ന് പറയുന്നു, നിങ്ങൾ ഉടനടി തന്നെ നിങ്ങൾ ഒരിക്കലും ഭയക്കരുത്, നെഗറ്റീവായി ചിന്തിക്കരുത്. ആ സമയത്ത് ഈ ഒരു പ്രാക്ടീസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് ഓഥർ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ചാൻസ്, ലക്ക് അങ്ങനെയൊന്നുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ നന്ദി പറയണം. അതായത് പ്രപഞ്ച നിയമപ്രകാരം മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ പ്രതീക്ഷകൾ, വിശ്വാസം എന്നത് മാഞ്ഞുപോയി, അത് ഉറപ്പായും നടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് 3 വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. സപ്പോസ് ഒരു വീടിന്റെ കാര്യമോ, അല്ലെങ്കിൽ മക്കളുടെ എക്സാമോ, അല്ലെങ്കിൽ ജോലി കാര്യമോ, ഈവൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ആവാം. വീട്ടിലുള്ള കാര്യങ്ങൾ, ഓഫീസിലുള്ള കാര്യങ്ങൾ, എന്തു തന്നെ ആയിക്കോട്ടെ. 3 സാഹചര്യങ്ങൾ എടുക്കാം. എന്നിട്ട് ജേർണലിൽ എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതാം. താങ്ക് യു ഫോർ ദ മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ് എന്ന് എഴുതിയതിനു ശേഷം എന്താണ് നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞതായി നമുക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് എഴുതാം.
ഇത് തന്നെ മലയാളത്തിലാണെങ്കിൽ നല്ല രീതിയിൽ എൻ്റെ എക്സാം നടന്നതിന്, അത്ഭുതകരമായ റിസൾട്ട് നൽകിയതിന് താങ്ക് യു എന്ന് പറയാം. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നമുക്ക് അതിനു വേണ്ടി നന്ദി പറയാം. ഇനി നല്ല ന്യൂസ് അല്ല, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു നെഗറ്റീവിൽ തന്നെ നിൽക്കാതെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിൽ വീണ്ടും ചിന്തിച്ച് നമുക്ക് മുൻകൂട്ടി തന്നെ നമ്മൾ നന്ദി പറയാം. അപ്പൊ മാജിക് എന്ന പുസ്തകത്തിൽ റോണ്ടാ ബേൺ പറയുന്നു, ഡേ നമ്പർ 21 പ്രാക്ടീസ് ഉറങ്ങി എഴുന്നേറ്റതും നന്ദി പറയാം. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ, അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് ഓൾറെഡി അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞതായി മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ് എഴുതാം. അത്ഭുതകരമായ റിസൾട്ടിന് വേണ്ടി മുൻകൂട്ടി തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതി നമുക്ക് നന്ദി പറയാം. അടുത്തതായി 3 അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത 3 കാര്യങ്ങൾ. ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ കണ്ണടച്ച് മനസ്സുകൊണ്ട് നമുക്ക് നന്ദി പറയാം. അതായത് നമ്മൾ എന്താണോ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നല്ല രീതിയിൽ നടന്നതായി കണ്ട് നമുക്ക് നന്ദി പറയാം. ഇനി മാജിക് റോക്ക് പ്രാക്ടീസ്. അന്നത്തെ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്നത്തെ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യം ഓർമ്മയിൽ കൊണ്ടുവന്ന് മാജിക് റോക്ക് എടുത്ത് നമുക്ക് നന്ദി പറയാം. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഹെൽപ്ഫുള്ളായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.